ഹായ് ഓൾ, ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 2 ഫ്ലവേഴ്സ് കാണാം. ഒന്ന് വയലറ്റും ഒന്ന് വൈറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഫ്ലവർ ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വയലറ്റ് ഫ്ലവേഴ്സ് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് എടുക്കുന്നത്. കാർഡ്സ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, ദ സ്റ്റാർ, 4 ഓഫ് പെൻഡിക്കിൾസ്, 10 ഓഫ് സോട്ട്സ്, 4 ഓഫ് സോട്ട്സ്, ക്യൂൻ ഓഫ് വാൺസ്. ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളിപ്പോൾ കഠിനമായൊരു വിഷമത്തിലാണെന്നാണ്. കാരണം നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലല്ല നിങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സങ്കടങ്ങളുണ്ട്. നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുന്നതാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് മുന്നോട്ടൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചിന്തകൾ, ഒരുപാട് വേദന നിങ്ങൾ സഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളെ വിഷമപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് നിങ്ങളിപ്പോൾ കരുതുന്നത്. നിങ്ങൾക്കിനി ഇതിനു വേണ്ടി ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാതെ, നിങ്ങൾ ഇതിനു വേണ്ടി ഒന്നും തന്നെ ആക്ഷൻ എടുക്കാതെ നിങ്ങൾക്കിനി വയ്യ എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ചെയ്യാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സിൽ, എല്ലാം പഴയ പോലെ ആകണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ആക്ഷനും അവിടെ എടുക്കുന്നില്ല. നിങ്ങൾ അതിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾക്കതുപോലെ തന്നെ പ്രതീക്ഷയില്ലാതെ ആണ് നിൽക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലാതാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇത് സ്റ്റാർ കാർഡ് അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും, അവരുടെ ഭാഗത്തും ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ പൊസസീവ് ആയതുകൊണ്ടാകാം ഇങ്ങനൊരു ബ്രേക്ക് ഉണ്ടായത്. നിങ്ങളിവിടെ ഒരു പൊസസീവായിട്ടുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ വേണ്ടത് കൂടുതലും പേഷ്യൻസ് ആണ്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്കുടനെ തന്നെ പ്രതീക്ഷ വരും. ഇപ്പോൾ പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കുടനെ തന്നെ പ്രതീക്ഷ വരും. അതുപോലെ തന്നെ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തണം. നിങ്ങൾക്ക് പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു
മനസ്സിൻ്റെ വിഷമം സാഹചര്യങ്ങളെല്ലാം മാറി ഒരു പ്രതീക്ഷയോടു കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. അതായത് അത് റിലേഷനിൽ പറയുമ്പോൾ അതൊരു പുതിയ തുടക്കം, അതായത് പഴയത് നിങ്ങൾ തുടങ്ങി അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടായി, അത് തന്നെ പുതുതായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇതുവരെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാക്കി അത് ഇനി കണ്ടിന്യൂ ചെയ്യാതെ മുന്നോട്ട് ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു ലവ് റിലേഷൻ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. പേഷ്യൻസോടു കൂടി കാത്തിരിക്കാൻ പറയുന്നത്, നിങ്ങൾക്കിവിടെ കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. ഇത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു കാർഡാണ്. അപ്പോൾ പ്രതീക്ഷയോടു കൂടി തന്നെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ക്യൂൻ ഓഫ് വാണ്ട്സിൽ എത്തുന്നത് സക്സസ്സിലേക്കാണ്. പാഷനേറ്റ് ആയിട്ടുള്ളൊരു ലവ് ആണ് നിങ്ങൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രേക്കായിപ്പോയ ലവ് ആയിരിക്കാം, ഇല്ലെങ്കിൽ പുതിയൊരു ലവ് ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനകളെല്ലാം മാറും, പ്രതീക്ഷ ഉടനെ തന്നെ വരും. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഇനി ഉടനെ മാറും, നിങ്ങൾ പ്രതീക്ഷയുള്ളൊരു വ്യക്തിയായിട്ട് മാറും. വെയിറ്റ് ചെയ്യുക. സോ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം. സെക്കൻഡ് റീഡിങ്ങിൽ നമുക്ക് കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ട്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത് കാർഡ്, 10 ഓഫ് കപ്സ്, ദ സ്റ്റാർ, ജസ്റ്റിസ്, 4 ഓഫ് കപ്സ്. ഈ റീഡിങ്ങിൽ കൂടുതലും കാണാൻ കഴിയുന്നത് മാരേജ് കഴിഞ്ഞിട്ടുള്ളവരുടെ ഒരു റിലേഷൻഷിപ്പാണ് കാണുന്നത്. സോ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഹാപ്പി ആയിട്ട് ഫാമിലിയുമായിട്ട് ഒരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട്. പക്ഷേ എങ്കിലും പ്രോബ്ലംസ് വന്നും പോയി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. പക്ഷെ നിങ്ങളൊരു കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചതുപോലെ തന്നെ കിട്ടുന്നോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തോ സങ്കടമുണ്ട്. ചിലപ്പോൾ കിട്ടുന്ന സ്നേഹം കുറഞ്ഞു പോകുന്നോ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കാം. കാരണം നിങ്ങൾ അത്രയധികം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടും എന്നാണ് കാണിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കുടനെ തന്നെ ആ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് നിങ്ങൾക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉടനെ തന്നെ കിട്ടും എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ മെൻ്റൽ സ്ട്രെങ്ത് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ നല്ല ഒരു മനസ്സിനുടമയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണെന്നാണ് കാണുന്നത്. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ റീഡിങ്ങിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളിവിടെ കർമ്മയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിലും നിങ്ങളിവിടെ കർമ്മയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പുറത്തുനിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ ഫാമിലി ഉണ്ട്. ഇമ്മീഡിയറ്റായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു മെൻ്റൽ സ്ട്രോങ്നെസ് നിങ്ങൾക്ക് കിട്ടും. സോ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പിന്നീടൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല.